വേലിയോ? ഏട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? അതും ഏതോ ഒരു അകത്തുള്ളവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടണ്ട. എന്റെ കാര്യങ്ങൾ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കേട്ടപ്പോ വലിയ കഷ്ടം തോന്നി. എന്ത് കഷ്ടം? കൊടുത്ത സമ്മാനങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് വാങ്ങാൻ ഒരവളും ആരും ഒരു മടിയും കാണിച്ചിട്ടില്ല. അതൊന്നും പോരാതെ അവൾക്കിനി വേളിയും വേണം. മഹാഭാവം പറയാതെ ആ കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കില്ല എന്നാ സാവിത്രി പറയണേ. അവളുടെ ഒരു കണ്ണീര് പോരട്ടെ. നിനക്ക് ഇല്ലിക്കല നേറ്റിയാലമ്മ ആവണല്ലടി. എരിച്ചു കളയും ഞാൻ. ഇനി ഇല്ലത്തെങ്ങാ നീ കാല് ചവിട്ടിയാൽ ഒന്ന് ഞാൻ പുഴലറിയും. അങ്ങനെ ഒരു മരണം ഒഴിഞ്ഞു കിട്ടി. കൊച്ചു തിരുമേനിയുടെ ഓരോ ഭാഗ്യം ഓരോന്ന് സ്വയം ഒഴിഞ്ഞു തരികയല്ലേ, അല്ലാതെ വേറെന്താ വഴി? ഇതിനകത്തൊന്നും ഇല്ലല്ലോ, വേറെ തലയിലായിരിക്കും. അയ്യേ ആ എന്താന്നോ നീയല്ലേ ഒച്ച വെച്ചത്? ഓ അതോ എന്തോ പുറത്ത് കടിച്ചതുപോലെ തോന്നി, അതാ. അത്രേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. എവിടെ പോന്നു മോളെ? അമ്മ അത് അയൽ നിന്ന് തുണിയെടുക്കാനാ. മഴ വരും പോലെ തോന്നുന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. എന്റെ പാർവതി, എത്ര നാളത്തെ ആഗ്രഹം. ഇടൂല്ല അമ്മ. മോളെ, നീയും തുടങ്ങിയോ? പറയൂ മോളെ, അങ്ങനെ ഒന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ കണ്ടത് സത്യമാണല്ലേ? പറയടി, ആരോ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് ചേച്ചി എന്തിനാ വിശേഷിക്കുന്നത്? വേണ്ട, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. നിങ്ങളെയൊക്കെ പോലെ കോളേജിലൊന്നും പോയിട്ടില്ലെന്നേ ഉള്ളൂ. വെളിച്ചം വന്ന പകലാണെന്നും ഇരുട്ട് വീണ രാത്രിയാണെന്നും മനസ്സിലാക്കാനുള്ള വകതിരൊക്കെ ഈ അമ്മയ്ക്കുണ്ട്. പറ, അവനെയാണോ നീ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്? ആ ലൈൻമാനെ കൊല്ലും ഞാൻ. അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സമ്മതിക്കില്ല. ലൈൻമാൻ എന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്താ ഇത്ര ദേഷ്യം? ഞങ്ങളുടെ അത്രയും ലൈൻമാൻ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ. ലൈൻമാൻ എന്ന് കേൾക്കുമ്പോ എനിക്കിപ്പോ പേടിയാ. പറ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നിങ്ങൾക്കിപ്പോ അറിയോ? ആരെ പഴിച്ചിട്ടെന്താ? എന്റെ വിധി. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നാ? എന്റെ മോനെ, 2 ദിവസമായി കറണ്ട് പോയിട്ട് എത്ര പ്രാവശ്യം ഞാൻ ആളെ പറഞ്ഞു വിടുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. മീറ്റർ എവിടെ ഇരിക്കുന്നേ? കാണിച്ചേ. ഇതെങ്ങനെ കാണാനാ? മുഴുവൻ വല പിടിച്ചു കൊടുക്കുകയാണല്ലോ. ഞാനേ
എന്റെ മോളെ വിളിക്കാം, അവള് വൃത്തിയാക്കി തരും. മോളെ സുഭദ്രേ. ഷോക്ക്. ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി ഇപ്പൊ 18 വർഷമായി, ഒരു കത്ത് പോലും. നിങ്ങൾക്ക് ഗതി വരാൻ അമ്മ സമ്മതിക്കില്ല മക്കളെ. അയ്യോ, ഇത് നമ്മുടെ പണ്ടത്തെ ലൈൻമാൻ നാരായണൻകുട്ടിയല്ലേ? ലൈൻമാൻ നാരായണൻകുട്ടി അല്ലടോ, ദുബായ് നാരായണൻകുട്ടി. ഒരു മാറ്റവും ഇല്ലല്ലോ. അത് ജീവിത രീതിയുടെയാ. തന്റെ കാര്യമല്ലടോ, ഈ നാടിനൊരു മാറ്റം വന്നില്ലല്ലോ എന്നാ പറഞ്ഞേ. അല്ല, ഇത് ഭാസ്കരന്റെ കടയല്ലേ? അതെ ഭാസ്കരന്റെ മോനെ. അതെ. ചെല്ലട്ടെ, റിവേഴ്സ് എടുത്തു. അല്ല പ്രസിഡന്റ്, അദ്ദേഹം ആരാ? ഇതാടാ സുഭദ്രമ്മയുടെ നായര്. എന്ന് വെച്ചാൽ ചത്തുപോയി കാണുമെന്ന് പറഞ്ഞ. അതേടോ. എന്നാലൊരു പുകിലെന്ന് കാണാമല്ലോ. പുക. അതെ, ചത്തുപോയ നമ്മുടെ നാരായണൻകുട്ടി ചേട്ടൻ ജീവനോടെ തിരിച്ചു വന്നേ. എന്നാ ഞാനുണ്ട്, നിക്കവിടെ. ഒരു ഗ്യാപ്പ് തന്നെ. നോക്കിക്കോ, സുഭദ്രാമ കേട്ടില്ല. ജഗ പോക. ഇപ്പോഴോ പോയ പോലെയാണ് തിരിച്ചു വരും. നോക്ക്, ഒരു പോരലും ഇല്ല പ്രസിഡന്റ്. അവിടെ തന്നെ വെച്ചുണ്ടോ? വെച്ചുണ്ടോന്ന്? വെച്ചുണ്ട്. അയ്യേ, നീയാ? എന്തിയേ? എന്റെ മുമ്പിൽ വെച്ച് കേട്ടാണോ? എന്നാ പറയുന്നത് വെച്ച് കേട്ടോ. എടാ, ഈ പഞ്ചായത്തിലെ പ്രസിഡന്റായ എന്നോട് ഈ പഞ്ചായത്തിലെ പരമതണ്ടിയായ നീ വെച്ച് കേട്ടാണോ? പഞ്ചായത്ത് പ്രസിഡന്റും പരമതണ്ടി ഒന്നാ. അപ്പൊ ബെറ്റിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ വെറുതെ വാശി പിടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, രണ്ടാളും കാശണ്ട. അതെ, കാശ് കൊടുക്കും. അങ്ങനെയുണ്ട് ഒരു കാര്യം. എത്ര? 500? 50 മതി. അയ്യേ, 50? കൂടുതൽ വലിക്കല്ലേ. സുഭദ്രേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിന്റെ നാരായണൻകുട്ടി. അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്തേ ഇപ്പൊ ഇങ്ങോട്ട് പോന്നു? എന്റെ 16 അടിയന്തരാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? 18 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ക്ഷേമം അന്വേഷിക്കാൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത് പറഞ്ഞ് നീ വെറുതെ എന്തിനാ? എന്ത് കഴിഞ്ഞെന്നാ? എന്റെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞെന്നോ? എല്ലാം ഏറ്റെടുക്കാൻ വന്നാവോ? വേണ്ട, ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിയില്ലേ? ഇനി എനിക്ക് ആരുടെ സഹായം വേണ്ട. നിങ്ങൾ മനുഷ്യനാണോ? ഒരാൺതുണ ഇല്ലാതെ, സഹായിക്കാനും ആളില്ലാതെ ഈ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചോ? എന്നിട്ട് വന്നിരിക്കുന്നു. എല്ലാം എന്റെ തെറ്റാണ് സുഭദ്രേ. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പോ? ഞാൻ കുടിച്ചു തീർത്ത കണ്ണീരിനും അനുഭവിച്ച കഷ്ടപ്പാടിന് ഇനി മാപ്പോ? ഇത് വല്ല നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കൂ? ഇല്ല, ഇനി എനിക്കിങ്ങനെ ഒരു ഭർത്താവില്ല. എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. അച്ഛൻ പോണ്ട. വേണ്ടച്ച, ഞങ്ങൾക്ക് അച്ഛനെ വേണം.
ഓ ഇത് മറ്റൊരു പാരയായത് തന്നെ. എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. സുഭദ്രാമ ഇത് എങ്ങനെ സമ്മതിച്ചു എന്നാ? എങ്ങനെ സമ്മതിക്കാതിരിക്കുന്ന മക്കളോട് വിട്ടുപോയില്ലേ? സ്നേഹം ആരിടപെട്ടാലും സുഭദ്രാമ സമ്മതിക്കാതെ നാരായണൻകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അതെങ്ങനെ? ഒരിക്കലും പറ്റില്ല. സമ്മതിച്ചാ അവർക്ക് കൊള്ളാം. നാരായണൻകുട്ടി ഏട്ടന് പുല്ല. എത്ര പെട്ടികളാ കൊണ്ടുവന്നിരിക്കുന്നറിയാവോ? നിറച്ചും പൊന്നും പണവുക. ഈ ലൈൻമാൻമാർക്ക് അവിടെ ഇത്ര ശമ്പളം ഉണ്ടോ? പിന്നെ അവിടെ ലൈൻമാൻമാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കളക്ടറെ പോലെ. വെറും ലൈൻമാനല്ല, കൊട്ടാരൻ ലൈൻമാനാ. പിന്നെ ഇവിടുത്തെ പോലെ ചെതല് നിന്ന് അടിനുറുങ്ങിയ പോസ്റ്റിലൊന്നും വലിഞ്ഞു പടഞ്ഞ് കേറണ്ട. എല്ലാം അണ്ടർഗ്രൗണ്ട് ലൈനല്ലേ. ഒരു പണി ചെയ്യാതെ ശമ്പളം കിട്ടുന്നത്. അതാണ് സത്യം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അമേരിക്കക്കാരൻ ബോംബിട്ട് നോക്കി കറണ്ട് ഒന്ന് കളയാൻ. ബൾബൊന്ന് ചിപ്പുക പോലും ചെയ്തില്ല. അല്ല ചേട്ടാ, ഈ അമേരിക്ക ബോംബിട്ടതും യുദ്ധം ചെയ്തതൊക്കെ കുവൈറ്റിലല്ലേ? ആ ചേട്ടൻ ദുബായിലായിരുന്നില്ലേ? എടാ, കുവൈറ്റും ദുബായി എന്നൊക്കെ പറഞ്ഞ നിന്റെ വീടും എന്റെ വീടും പോലെ അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ. ഇവന് വല്ല വിവരമുണ്ടോ? വെറുതെ മാസ്താണെന്ന് പറഞ്ഞ നടക്കും. അല്ല. ഓ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കാര്യം. 2 വയറങ്ങ് പിരിക്കണമെങ്കിൽ കൈയുറ വേണം, കാലുറ വേണം. ഇനി എന്തൊക്കെ ഉറ വേണോ? താരങ്ങ് മാറുന്നേ. അല്ല അത് ഞാൻ ഇത് കൊണ്ടുപോവാ. ഇതുകൊണ്ടാണോ പണിയുന്നത്? ആ ഓൺ ചെയ്യ്. അല്ല അത് നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാ നാരായണൻകുട്ടി. നീ ഓൺ ചെയ്യേ. അപ്പൊ ഓൺ ചെയ്യട്ടാ. ധൈര്യമായിട്ട് ഓൺ ചെയ്യടേ. ഇപ്പൊ സമാധാനമായല്ലോ. ഒരു ലൈനേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 3ഉം പോയി. ചേട്ടൻ വീട്ടിൽ പോയേ? വീട്ടിൽ പോയേ? അയ്യേ. നിഷാദ പാടും 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 പൂങ്കുയിലിന്റെ പാടും പാടും പൂങ്കുയിൽ പാടും അമ്പേറ്റ് വീണ. അയ്യോ, ഇതെന്ത് പറ്റി? പ്രസവ വേദന. സൃഷ്ടി എന്റെ മനസ്സ് കിടന്ന് പിടയുകയാണ്. എന്തിന്? വേടന്റെ അമ്പേറ്റ് വീണ ഇണക്കിളികളിൽ ഒരു കിളിയെ ഞാനിന്ന് കണ്ടു. ആ വേദനയിൽ തേങ്ങിക്കരഞ്ഞ് മാ നിഷാദ എന്ന് പാടിയ ആദി കവിയുടെ ഹൃദയം ഞാനിന്ന് കണ്ടു. എവിടെ വെച്ച് കണ്ടു? നീ സിനിമയ്ക്ക് പോയടാ? ഇന്ന് ഷോക്കേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച മാടപ്രാവായിരുന്നു ആ കിളി. പിടഞ്ഞ് പിടഞ്ഞൊന്നുമല്ല മരിച്ചത്. മോളിൽ നിന്ന് വീണപ്പോഴേ ചത്തിരുന്നു. നീയായിരുന്നു ആ കാട്ടാളൻ. കാട്ടാളൻ കൃഷ്ണപ്പണിക്ക്. അതാര്? നിന്റെ തന്ത. കേൾക്ക്, അന്ന് ഇണക്കിളിയുടെ മരണത്തിൽ നിന്ന് ആദി കാവ്യമുണ്ടായി. ഇന്ന് ഒരു ഇണപ്രാവിന്റെ മരണത്തിൽ നിന്ന് പ്രേമ കാവ്യം ജനിക്കുകയാണ്. സർഗവേദനയിൽ ഞാൻ കിടന്ന് പുഴയുകയാണ്. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് അടിപ്പിക്കേണ്ട ടൈമായി. ഷോക്ക? പോടാ. ഒരു കവിയുടെ ആത്മനൊമ്പരം നിനക്ക് മനസ്സിലാവില്ല. അമ്മായി, സുഭദ്രമായി, എവിടെ പോയി കിടക്കുക? അമ്മായി. രാവിലെ ഇത് ഏതായി കുരിശ്? രാധ, ദേവകിയുടെ മോള. ഓ, ഞാൻ കുഞ്ഞിലെങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിച്ചാണ് മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കായിരുന്നോ? വീണ്ടും കുമാരേട്ടനെവിടെ? ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എവിടെങ്കിലും ഉണ്ടല്ലോ. ഓ, എനിക്കത് മതി. അയ്യോ, പാർവതിയും ലക്ഷ്മിയും ഒക്കെ എന്തോരങ്ങ് വളർന്നു പോയിട്ടൊക്കെ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വിളിച്ചേ. ഇനി ഞാനും തിന്നോട്ടെ. എന്താ ഇതോ? നാരങ്ങ മുട്ടായി. അയ്യോ, ഇതാര്? ഞങ്ങളുടെ അച്ഛൻ ചത്തുപോയ നാരായണൻകുട്ടി മാവനോ? അയ്യോ, സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ, കുട്ടിമാവൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമ്പട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത് എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്.
ഇതൊന്ന് കഴിയട്ടെ എന്നിട്ടെടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ ഇട്ട് തന്നാ മതി. ഞാനിന്ന് വന്നാലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസത്തിന് അങ്ങനൊന്നുമില്ല, ഒരു 2-3 മാസം. അയ്യോ, അതെന്താ? കിട്ടിയില്ലേ? ഇതാണോ ഇവിടുത്തെ യൂണിഫോം? ഇതെനിക്ക് കുട്ടിമാമൻ ഗൾഫിൽ കൊണ്ടുവന്നതാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ എത്ര ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോകും. നീ എന്നെ കൊണ്ട് പോവില്ലേ? കോളേജിൽ പോവാ. ചേച്ചിക്ക് എന്താ പാലിനോട് ഇത്ര താല്പര്യം? പാല് കുടിക്കാനുള്ളതല്ലേ, അതെന്തിനാ വെറുതെ വെച്ച് തണുപ്പിക്കുന്നത്? അധിക നേരം വെച്ചിരുന്നാലേ തൈരായി പോവും, അറിയാമോ? പോയിട്ടോ. കഥാകാലക്ഷേപവും ഓട്ടം തുള്ളലും എന്ന പരിപാടിയെങ്കിൽ ദയവ് ചെയ്ത് ഇക്കൊല്ലത്തെ ഉത്സവ കമ്മിറ്റിയിൽ ഞങ്ങളെ ചേർക്കരുത്. എന്നാ യേശുദാസിന്റെ ഗാനമേള വെക്കാം. യേശുദാസിന്റെ ഗാനമേള വേണമെന്നല്ല, പക്ഷെ കരക്കാരുടെ കാശ് പിരിച്ച് പരിപാടി നടത്തുമ്പോ അത് മെനക്ക് വേണമെന്നേ പറഞ്ഞുള്ളൂ. നീയൊക്കെ കൂടി മെനകേടാക്കാതിരുന്നാ മതി. മെനകേടാക്കുന്നത് ഞങ്ങളല്ലല്ലോ പ്രസിഡന്റ്. നടിയുടെ സൗകര്യം നോക്കി നാടകവും പെണ്ണുങ്ങളുടെ എണ്ണം നോക്കി ബാലയും ബുക്ക് ചെയ്താലും മെനകേടെന്ന് മാത്രമല്ല അമ്പലപ്പറമ്പൂടെ വിടക്കാവും. നിർത്തറ, അമ്പലം ഞങ്ങളുടേത്, ആ ഊരായ്മയും ഞങ്ങൾക്കാ. ഉത്സവം എങ്ങനെ നടത്തണമെന്ന് ഞാൻ നിശ്ചയിക്കും. ചുമ്മാ ചൂടാകാതെ തിരുമേനി. ഊരായ്മ വേറെ, ഉടമസ്ഥര് വേറെ. ശാന്തിക്ക് ശാപ്പാടിനും കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ടല്ലേ അമ്പലം ദേവസ്വത്തിന് വിട്ടുകൊടുത്തത്. ഇപ്പൊ ഉടമസ്ഥര് നാട്ടുകാരാ. അത് പറയാൻ നീ ആരാടാ? അത് എന്നെ വിളിച്ചു വരുത്തിയ നാട്ടുകാർ പറയും. തിരുമേനി, അമ്പലം നാട്ടുകാരാണെങ്കിൽ അവര് തീരുമാനിക്കും ഉത്സവം എങ്ങനെ നടത്തുമെന്ന്. എന്നാലാ ഉത്സവം എനിക്കൊന്ന് കാണണം. വരണടാ. ജഗ പോകുകയായി. ഇനിയിപ്പോ ഉത്സവം എങ്ങനെയാ നടത്തുന്നേ? ഈ നാട്ടിൽ കാശുള്ളവർ വേറെ ഉണ്ടല്ലോ. അതാരാ ഈ നാട്ടിൽ പൈസ ഉള്ള വേറെ ആള്? നമ്മുടെ നാരായണൻ കുട്ടിയേട്ട അല്ലാതായിരുന്നു. പക്ഷെ ഒരു കാര്യം, അതിന് ഞങ്ങൾ വരില്ല. നിങ്ങൾ നാട്ടുകാരെ തന്നെ പോയി സമ്മതിപ്പിക്കണം. അനിയൻ തിരുമേനി വെല്ലു വിളിച്ചിട്ട് പോയത് കേട്ടല്ലോ. ഇനി ഉത്സവം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അത് മറക്കരുത്. അതെ. കുടിക്കാൻ എന്താ വേണ്ടത്? പാല് തന്നെ ആയിക്കോട്ടെ സുഭദ്രേ. സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. ഓടാ അവിടുന്ന് നീർക്കോലി. ഞാൻ പോവാം. പാല്. ഇന്ന് മഴ ഉറപ്പാ. എന്ത് കാറ്റാ! എന്നാ കറണ്ട് ഇപ്പൊ പോവും. അതെന്താ? ഇവിടെ അങ്ങനെയാ, കാറ്റ് വന്നാ കറണ്ട് അപ്പൊ പോവും. ലൂസ് കോണ്ടാക്റ്റാ. ഈ പാൽ ആർക്കമ്മായി? കുട്ടിമാവനായിരിക്കും അല്ലേ? ഇതൊന്നും ഉണ്ടായി കൊടുക്കാവോ? പിന്നെന്താ, ഇതരൂ. എന്റെ കൈയും കാലും പറയ്ക്കും. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. അയ്യോ, പാതിരാത്രിയിൽ പാലുമായി വന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതാണോ കുട്ടിമാമ നിങ്ങളുടെ കുലീനത്വം? ഞാനിനി എന്റെ അമ്മായിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? വയസ്സായിട്ടും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ? സുഭദ്രേ, ഞാൻ ഇറങ്ങിപ്പോടി. പോരുത്, ഇറങ്ങിപ്പോ. ഒടുക്കത്തെ കറണ്ട് പോക്ക്. ഞാൻ